ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നും കടയിൽ നിന്നും വാങ്ങുന്ന അതേമാതിരത്തെ പൊരിച്ച പത്തിരിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുണ്ടാക്കാൻ ആദ്യം വേണ്ടത് നമ്മളുടെ പൊടി വാട്ടലാണ്. അതിന് 300 ഗ്രാം പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആ പൊടിയിലേക്ക് ആവശ്യമായ വെള്ളവും എടുത്തിട്ട് അല്പം ഉപ്പിട്ട്, ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം, എന്നാലേ നമ്മളെ പത്തിരിയിൽ ഉപ്പുണ്ടാവുള്ളൂ. എന്നിട്ട് ഇളക്കിയിട്ട് നമ്മളുടെ 300 ഗ്രാം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പൊടി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ വാട്ടി വെച്ച പൊടി ഒരു തളികയിലേക്ക് മാറ്റി 2 സ്പൂൺ മൈദപ്പൊടി ചേർക്കുക. 1/2 സ്പൂണ് എള്ളും 1/2 സ്പൂണ് പഞ്ചസാരയും ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഓയിൽ നല്ല ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ പൊടി നല്ല കുഴച്ചെടുക്കുക. പൊടി നല്ലോണം കുഴച്ചെടുക്കാൻ വേണ്ടി കൗണ്ടർ ടോപ്പിലോട്ട് നമ്മളുടെ പൊടി നമ്മളിട്ട് നല്ല ചാമ്പി കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മളുടെ കൈ നല്ലോണം നനച്ചെടുക്കണം, എന്നാലേ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. ഇനി ഈ കുഴച്ച മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനായി ഒരു നനഞ്ഞ തുണി എടുത്ത് മാവിൻ്റെ മുകളിൽ നന്നായി വെച്ചതിന് ശേഷം ഒരു ബൗൾ കൊണ്ട് മൂടുക. എന്നിട്ടൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റിൽ കൂടിയാലും പ്രശ്നമില്ല. 15 മിനിറ്റിന് ശേഷം നമ്മളത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മളുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും പാടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ കുറച്ച് എണ്ണ തേച്ച് നമ്മളുടെ പൊടി നല്ലോണം പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. അതിന് നമ്മൾ കൈ കൊണ്ട് തന്നെ ആദ്യം നല്ല അമർത്തുക. എന്നിട്ട് റോളർ കൊണ്ട് ഒരു അത്യാവശ്യ കനത്തിൽ പരത്തിയെടുക്കുക. നല്ല കനം കുറക്കാൻ പാടില്ല, എന്നാലും നല്ല കനം കൂടാനും പാടില്ല. അതിനുശേഷം ഞാനൊരു ഡബ്ബയുടെ അടപ്പ് വെച്ചിട്ടാണ് നമ്മളുടെ പത്തിരി എടുക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എത്ര കട്ടിയുണ്ട് പത്തിരിന്ന്. ഇങ്ങനെ എല്ലാ പത്തിരിയും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പത്തിരി ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ പത്തിരിയും ഇതാ ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് പത്തിരി പൊരിച്ചെടുക്കാം. അതിനായി സ്റ്റൗ ടോപ്പിൽ നമ്മൾ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കും. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളുടെ പൊരിച്ച പത്തിരി പൊരിച്ചെടുക്കേണ്ടത്. നമ്മൾ പത്തിരി ഒന്ന് പൊന്തി വന്നതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോ പത്തിരിയായി മറിച്ചിട്ട് കോരിയെടുക്കുക. നമ്മളെ പൊരിച്ച പത്തിരി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റുള്ള പൊരിച്ച പത്തിരിയാണ്. നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേമാതിരത്തെ പൊരിച്ച പത്തിരിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.